ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതെ, കറി ശരിയാവുന്നതേ ഉള്ളൂ. ചോറും കൊണ്ടേ പോകാവൂ. അയ്യോ സത്യമേ, ഞങ്ങള് സാധാരണ ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാറ്. അയ്യോ, അതൊന്നും വേണ്ട. നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കഴിച്ചാ മതി. ഏതൊക്കെ എണ്ണ വെച്ച അവരൊക്കെ ആഹാരം പാചകം ചെയ്യുന്നെന്ന് പറയാൻ പറ്റുമോ? എങ്കിലെ ഈ വേർതിരിവ് സത്യമ്മ കാണിക്കില്ലായിരുന്നു. എന്ത് വേർതിരിവ് സത്യമ്മ കാണിച്ചു എന്നാ നീ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ, അല്ലെങ്കിലും കുഞ്ഞേച്ചിക്കൊന്നും മനസ്സിലാവില്ല. ഇവിടെ ഇപ്പൊ നടക്കുന്നതൊക്കെ എന്താ? പഴയ സത്യമ്മയല്ല, ഇപ്പൊ ഇവിടുള്ള സത്യമ്മ. എന്താ സത്യമ്മയ്ക്ക് ഇവിടെ ഉള്ളവർക്ക് സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ കുഞ്ഞേച്ചിയെ കാണുന്നത് പോലും ചതുർത്ഥിയായിരുന്ന സത്യമ്മ ഇപ്പോ കുഞ്ഞേച്ചിയെ പൂജാമുറിയിലെ ഈശ്വരന്മാരെക്കാളും ബഹുമാനിക്കുന്നു, ആരാധിക്കുന്നു. എന്തിന്? എന്തിനാ മറ്റുള്ളവരുടെ മുന്നിൽ സത്യമ്മ ഇങ്ങനെ കോമാളി വേഷം കെട്ടുന്നേ? പപ്പിക്കില്ലാത്ത എന്ത് യോഗ്യതയാണ് സത്യമ്മ കുഞ്ഞേച്ചിയുടെ മോൾ സത്യക്ക് കാണുന്നത്? എടി, നീ പഴയതെല്ലാം മറന്ന സംസാരിക്കുന്ന. കുട്ടികളുടെ കാര്യത്തിൽ ഒരു വേർതിരിവും ഞാൻ അടക്കം ഇവിടെ ആരും കാണിക്കുന്നില്ല. ദേ, ചുമ്മാ ഇല്ലാത്തത് പറഞ്ഞ് അവർക്കിടയിൽ വിഷം തിരികെ കയറ്റരുത്. അവര് സഹോദരങ്ങളാണെന്ന് അറിയാഞ്ഞിട്ടും സഹോദരങ്ങളെ പോലെ കഴിയുന്നവരവര്. ഓ, ഇപ്പൊ ഞാനായി കുറ്റക്കാരി. ഇവിടെ നടക്കുന്ന ഈ പറ്റിക്കൽ നാടകം എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കുഞ്ഞേച്ചിയെ കണ്ട വെട്ടും കുത്തും എന്ന് പറഞ്ഞിരുന്ന സത്യാമ്മയ്ക്ക് ഇപ്പൊ ഈ മാറ്റമൊക്കെ എന്തിനാ? എന്തിനാ മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിട്ട് ഈ കോമാളിത്തരമൊക്കെ കാണിച്ചു കൂട്ടുന്നേ? ആരെ കാണിക്കാനാ? എന്നെയോ അതോ എന്റെ മോളെയോ? ഇതിങ്ങനെ പോയാ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന എന്തൊക്കെയാണെന്ന് എനിക്കിപ്പോഴേ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാ ഞാൻ ഈ പറയുന്നതെന്ന് വച്ചോ. അള മുട്ടിയ ചേരയും കടിക്കും. ആ ഒരു ചൊല്ലിന് ഇവിടെ ഇപ്പൊ ഒരുപാട് പ്രാധാന്യമുണ്ട്. പിന്നെ എനിക്കൊരു നിവൃത്തികേട് വന്ന ഞാൻ എല്ലാം വിളിച്ചു പറഞ്ഞു. അതെ, അങ്ങനെ വന്ന ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന എല്ലാ കള്ളങ്ങളും പൊളിയും. പൊളിഞ്ഞ സത്യമ്മ ഇപ്പൊ എന്ത് പ്രേമം കാണിച്ചാലും അതിന്റെ 10 മടങ്ങ് വെറുപ്പ് കുഞ്ഞേച്ചിയുടെ അടുത്തുണ്ടാവും. അങ്ങനെ സംഭവിച്ച ഈ രാജകുമാരിയാക്കലും വെൺചാമരം വീശലും പിന്നെ സ്വർണ്ണക്കിണ്ടിയിലെ വെള്ളം തരലും ഒക്കെ ഒരൊറ്റ നിമിഷം കൊണ്ട് അവസാനിപ്പിക്കും ഞാൻ. അതിനമ്മായി അമ്മയും പുന്നാര മരുമകളും കൂടി ഒരുക്കി കെട്ടി എന്നെ ഇറക്കരുത്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ആരിപ്പൊടിയും കൊണ്ട് വന്നവന് ഒരു 700 രൂപ കൊടുത്തിട്ടുണ്ട്. ആ, എന്നാ പിന്നെ ആ തേങ്ങയുടെ കാശും കൂടെ എഴുതിക്കോ. 400 രൂപ. എത്ര? 400. സാധനങ്ങൾക്കൊക്കെ തീ പിടിച്ച വിലയാ. ഉണ്ടാക്കി വയ്ക്കുന്നതിനൊക്കെ 1-2 കൂട്ടിയാലോ? മുറുമുറുപ്പും ബ്ലേഡാണെന്നുള്ള പറച്ചിലും. ചെലവിനൊന്നും ഒരു കുറവുമില്ല. ഇനിയിപ്പൊ മറ്റൊരു വലിയ ചെലവും കൂടി വരുന്നുണ്ട്. ഇതിപ്പോ 3-ാം മാസമാ. ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കേണ്ട സമയമായി. 3-ാം മാസത്തിലൊരു സ്കാനിങ് ഉള്ളതാ. അല്ല, അതിപ്പോ രാജീവിനോടും കൂടി ഒന്ന് ചോദിക്കണ്ടേ? നമ്മളിവിടെ ശാരികയെ കാണിക്കുന്നതിന് വിദേശത്തുള്ള രാജീവ് എന്ത് ചെയ്യാനാ? അല്ല, ഇനിയിപ്പോ അവരുടെ മനസ്സിൽ ശാരികയെ കാണിക്കാൻ വല്ല ഹോസ്പിറ്റലും കണ്ടുവച്ചിട്ടുണ്ടാവോ? പിന്നെ ശാരികയുടെ കാര്യം പോലും അവര് നോക്കുന്നില്ല. പിന്നെയാണ് ശാരികയുടെ ചികിത്സയ്ക്ക് ഡോക്ടറിനെ നോക്കാൻ പോകുന്നത്. നമ്മുടെ കൊച്ചിന് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞങ്ങ് പോവുക. അല്ലാതെ അവരുടെ ഭാഗത്തു നിന്നൊരു സപ്പോർട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ആ രാജീവിന്റെ വീട്ടിൽ പോയി ഒന്ന് സംസാരിക്കണമായിരുന്നു. ആരോട് സംസാരിക്കാൻ? വിജയലക്ഷ്മിയോടോ? ശാരികയെ ഭ്രാന്തിയാക്കി രാജീവിന്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഇറക്കി വിടാൻ ഒരുങ്ങിയിരിക്കുന്നവളോട് എന്ത് ചെന്ന് സംസാരിക്കാനാ? ആങ്ങളെയും പെങ്ങളും കൂടി ചെയ്യാവുന്ന ദ്രോഹങ്ങൾ മുഴുവൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അത് രാജീവിനും അറിയാം. അതുകൊണ്ടാണല്ലോ ശാരിക ഇവിടെ വന്ന് നിൽക്കുന്നതിന് അവനും എതിർക്കാത്തത്. അല്ല, എന്നിട്ടും അവനൊന്ന് ഫോൺ പോലും ചെയ്യുന്നില്ലല്ലോ.
ഈ സമയത്തല്ലേ ഭർത്താക്കന്മാർ സാധാരണ ഭാര്യമാർ വിളിക്കേണ്ടത്? ഓ ഓ ഇക്കാര്യങ്ങളൊക്കെ ഗോപാലേട്ടൻ തന്നെ പറയണം. എന്റെ 3 മക്കളെ പ്രസവിക്കുമ്പോഴും ഗോപാലേട്ടൻ എവിടെയായിരുന്നു? വല്ല ഓർമ്മയുണ്ടോ? നാടും നാട്ടുകാരും നാട്ടിലെ പ്രശ്നങ്ങളുമായിരുന്നു അന്നും ഗോപാലേട്ടന് വലുത്. ഇപ്പൊ സ്വന്തം മകളുടെ കാര്യം വന്നപ്പോ അതിന്റെ കാര്യത്തിൽ വേവലാതിപ്പെടുകയും ചെയ്യുന്നു. ഞാൻ എന്തായാലും അവിടം വരെ പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഓ ബാക്കി കാര്യങ്ങളൊക്കെ വന്നിട്ട് തീരുമാനിക്കാം. അയ്യോ, ഇഡലിക്ക് ചമ്മന്തി അരച്ച് ഇതുവരെ കഴിഞ്ഞില്ലേ? അല്ല, ക്യാബേജ് തോരൻ വെക്കാൻ പറഞ്ഞു. അത് പിന്നെ ശാലിനിക്കും വിഷ്ണുവിനും ചോറ് കൊണ്ടുപോണ്ടേ? ഷോ, ഇതിനി എപ്പോഴാ? ദേ അവര് ചായ കുടിക്കാൻ വന്നിരിക്കുന്നു. അതിനിപ്പോ ഞാനെന്ത് ചെയ്യാനാ സത്യാമ്മേ? ഓരോ കൂട്ടല്ലേ എനിക്ക് ചെയ്തു വെക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ചോറ് കൊണ്ടുപോകേണ്ട ആൾക്കാർ അടുക്കളയിലേക്ക് വരണമല്ലോ. അത് ശരി, നല്ല അനിയത്തി തന്നെ. ശരി, കുഴപ്പമില്ല, നീ വേഗം ശരിയാക്ക്. ദേ അവര് പോകുമ്പോ ചോറ് കൊടുത്തു വിടാനുള്ളതാ. ജോലിക്ക് പോകുന്നവരെ അതിന്റേതായ രീതി പറഞ്ഞു വിടേണ്ടത് നമ്മൾ വീട്ടിൽ നിൽക്കുന്നവരാ. ഒരു പൊന്നു ചേച്ചി ഉള്ളത് അത്യാവശ്യമുള്ള സമയത്ത് വരികയില്ല. ഇനി സ്ഥിരം ഞാൻ ഈ പണിയൊക്കെ ചെയ്യേണ്ടി വരുമെന്തോ. അമ്മേ, വിശക്കണു, വേഗം. ആ എന്തത്? വേഗം കൊണ്ടുപോ അമ്മേ. നീ ഇവിടെ വന്ന് ഇരിപ്പായോ? പിന്നെ വിശന്നിട്ട് അത് കൊള്ളാം. ആ ശാലിനി, മോളിരിക്കേ. അതെ, കറി ശരിയാവുന്നതേ ഉള്ളൂ. ചോറും കൊണ്ടേ പോകാവൂ. അയ്യോ സത്യമേ, ഞങ്ങള് സാധാരണ ക്യാൻറ്റീനിൽ നിന്നാ കഴിക്കാറ്. അയ്യോ, അതൊന്നും വേണ്ട. നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കഴിച്ചാ മതി. ഏതൊക്കെ എണ്ണ വെച്ചാ അവരൊക്കെ ആഹാരം പാചകം ചെയ്യുന്നതെന്ന് പറയാൻ പറ്റുമോ? പക്ഷെ നല്ല ടേസ്റ്റ് അവിടുത്തെ. ഒന്ന് പോടാ. ഇവിടെ പിന്നെ സത്യമ്മ സ്വന്തം അച്ചിലാട്ടിയെടുക്കുന്ന എണ്ണയാണല്ലോ ഉപയോഗിക്കുന്നത്. ഈ സുഖപ്പീര് കാണുമ്പോഴാ പെരിവരൽ മുതൽ പെരുത്ത് കയറുന്ന. നല്ല മുളക് അരച്ച ചമ്മന്തിയാ, തേങ്ങാപ്പാൽ ഒഴിച്ചതാ, ഇഷ്ടപ്പെടും. ആ ഞാനിപ്പോ വരാവേ. തട്ടിക്കോ തട്ടിക്കോ. അമ്മായിമ്മ മരുമോൾക്കുണ്ടായ സ്പെഷ്യൽ ഐറ്റാ. ഓ എന്താ സ്നേഹം.